എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോഴേ ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തില് മകരം രാശിക്കാർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. മടുത്തു ഇല്ലേ, കുറേ നാളുകളായിട്ട് മടുത്തു, ക്ഷീണിച്ചു, ഇനി വയ്യേ എന്ന് പറയുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വർഷം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ലേശം ശ്രദ്ധ വെച്ച് പുലർത്തണേ. കാരണം നമ്മൾ അതിലൊരു അനാസ്ഥ കാണിക്കാനൊന്നും നിൽക്കണ്ട. ചെറിയ ചെറിയ ഒരു മനക്ലേശമൊക്കെ അത് ഉണ്ടാക്കി തരും. വീട് പുതിയതായിട്ട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിൽ ഭാവിച്ച പോലെ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ വീട് നിർമ്മിക്കാനും, അല്ലെങ്കിൽ അതിൽ മോടി പിടിപ്പിക്കാനും, പുതിയ സ്ഥലം വാങ്ങാനും, ഇനിയിപ്പോൾ വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ സ്ഥലം വിൽക്കാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ്. ഭൂമി സംബന്ധമായിട്ട് ക്രയവിക്രയങ്ങളൊക്കെ നടക്കാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഐറ്റത്തിലും കുറേ നല്ല ശുഭഫലങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വീട് മോടി പിടിപ്പിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്നവർക്ക് മോടി പിടിപ്പിക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ സന്താന ലഭ്യതയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ നടക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ സന്താന യോഗം ഒക്കെയുള്ള ഒരു വർഷമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. അടിപൊളിയായി അല്ലേ. പിന്നെ ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി, വളർച്ച, അതുപോലെ തന്നെ സൽപ്പേര്, പുരോഗതി ഒക്കെ ഉണ്ടാക്കാനും നല്ലൊരു ഗുഡ് വിൽ നിലനിർത്താനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങുന്നവരായിക്കോട്ടെ, അല്ലെ ഉള്ളവരായിക്കോട്ടെ, കുറച്ച് മുന്നോട്ട് പോയവരായിക്കോട്ടെ, ഒന്നും കൂടി ഒന്ന് റീസെറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ നല്ലൊരു പേരെടുക്കാനും അതിനകത്ത് നല്ലൊരു വിജയം നേടിയെടുക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനകത്തൊന്നും ഒരനാസ്ഥയും കാണിക്കണ്ട കേട്ടോ. ഇനി എന്ത് ചെയ്താലും വിജയിക്കില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്താലും മോശമാണ്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റിക്കോളും. ഇനി വിവാഹമേ നടക്കുന്നില്ല, എന്ത് ചെയ്യും, ഇത്രയും വയസ്സായി എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ വർഷം അതിനു വേണ്ടി ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ചോ. അപ്പോൾ പെട്ടെന്ന് വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. വിവാഹ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ ഒരൈക്യത വെച്ച് പുലർത്താൻ മാക്സിമം ശ്രമിക്കുക. പൊതുവിലൊരു ഐക്യതയൊക്കെ ഉള്ളവരായി തന്നെയാകും. എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളൊന്നും അതിൽ വലിച്ചഴക്കാതെ കണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല സന്തോഷം തരുന്ന ഒരു വർഷം തന്നെയാണ് ദമ്പതികളെ സംബന്ധിച്ച് ഈ വർഷം കേട്ടോ. സാമ്പത്തികമായിട്ട് നല്ല പുരോഗതിയുള്ള ഒരു വർഷമാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് നല്ലൊരു ബാക്കിയൊക്കെ വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും. മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നല്ല രീതിയിൽ സാമ്പത്തികം വന്നു ചേരാൻ യോഗമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കണക്കും കൃത്യതയും ഇല്ലെങ്കിൽ വരുന്നതിൽ സ്പീഡിൽ ചിലവായി, അതായത് നമുക്ക് ഇറങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷനിൽ പൈസ നമ്മൾ സേവ് ചെയ്യുകയും അല്ലെങ്കിൽ ചിലവാക്കാനും ഒക്കെ ഉള്ളതിനൊരു പ്രത്യേകം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പൊതുവിൽ സാമ്പത്തിക സ്ഥിതി വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല നിലവാരത്തിൽ തന്നെ തുടരുന്ന ഒരു സമയമാണ്. ഇത് കേട്ടിട്ട് ഇനി ഞാൻ നാളെ തൊട്ട് ജോലിക്കൊന്നും പോവണ്ടല്ലോ, സമയം നല്ലതാണല്ലോ, അതുകൊണ്ട് മെച്ചമായിരിക്കുമല്ലോ എന്നൊന്നും ആരും ചോദിക്കണ്ട. ഒരു ജോലിയും ചെയ്യാതെ പൈസ തരുന്ന ഒരു പരിപാടിയും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും പൈസ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. അതുകൊണ്ട് ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണേലും ആത്മാർത്ഥതയോടു കൂടി ഇപ്പം ചെയ്യുന്നതിൻ്റെ ഇരട്ടി കഷ്ടപ്പാടിൽ അങ്ങ് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടുന്നതിൻ്റെ ഡബിൾ സാലറി കിട്ടും അല്ലേ. സർക്കാർ ജോലിക്കൊക്കെ ഒരു നിശ്ചിത ഫീസായിരിക്കാം, അല്ല ഞാൻ പറഞ്ഞത് ബിസിനസ്സുകാർക്ക്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, സ്വന്തമായിട്ട് ഇപ്പോൾ കൃഷിഭൂമിയുള്ളവരാണെങ്കിലും
അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസ്സൊക്കെ തന്നെയും ഹാർഡ് വർക്ക് അത്യധ്വാനം ചെയ്താൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ടും നല്ല ഫലവും കിട്ടും. ചിലരുണ്ടല്ലോ, നമ്മൾ അധ്വാനിച്ചാലും നമുക്ക് റിസൾട്ട് ഒന്നും ആവില്ല, എന്ത് ചെയ്താലും ഒന്നും കിട്ടില്ല എന്ന് ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ഇരട്ടി, അതായത് നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ അത്രയും പ്രതിഫലവും നമുക്ക് കിട്ടും എന്നുള്ളതാണ് സത്യാവസ്ഥ കേട്ടോ. അതുകൊണ്ട് നാളെ മുതൽ ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ ടി വി ഒക്കെ കണ്ട് വീട്ടിലുണ്ട്, എന്നിട്ട് എനിക്ക് പൈസയൊന്നും ഇങ്ങനെ വരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മൈൻഡ് പവർ അല്ലെങ്കിൽ മൈൻഡ് കുറച്ചും കൂടെ ഒരു മെച്യൂർ ആവാനുണ്ടെന്നൊക്കെ നമുക്ക് പറയേണ്ട വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, കുറച്ചും കൂടി നന്നായിട്ട് അധ്വാനിക്കുക. ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും സാമ്പത്തിക നേട്ടം ഉള്ള ഒരു വർഷമാണ്, അത് തർക്കം വേണ്ട കേട്ടോ. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ വിദേശയോഗമുള്ള ഒരു വർഷമാണ് കേട്ടോ. രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് എങ്ങനെയും പോവാം. എന്തെങ്കിലും ഒരു നാട്ടിൽ ചെന്നിട്ട് 10 ദിവസം കഴിയുമ്പോൾ അയ്യോ ഇവിടെ പറ്റണില്ലേ, ഇവിടെ എനിക്ക് ശരിയാവണില്ല, ഭയങ്കര കഷ്ടപ്പാടാണല്ലേ, ഇവിടുത്തെ ഭാഷ എനിക്ക് പറ്റണില്ല എന്ന് ചിന്തിക്കാതെ എവിടെയാ പോകേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടതെന്ന് ആദ്യമേ ചിന്തിച്ചിട്ട് അതിനൊരു പ്ലാനിങ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ നോക്കാം. അപ്പൊ പിന്നെ പോയിട്ട് വീണ്ടും നമുക്ക് പൈസ കൂടുതൽ ധനനഷ്ടം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കുറയ്ക്കാൻ പറ്റും. എവിടെയാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് പോവുക. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാവും. കാരണം വിദേശയോഗം ഉണ്ട്. വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും പറ്റുന്ന സമയമാണ് കേട്ടോ. ചിലരുണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ മടിയാ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതിനൊക്കെ ശ്രമിച്ച് നടക്കുന്ന സമയമാണ്. ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യയിലൊക്കെ നല്ല പുരോഗതി ലഭിക്കുന്ന വർഷമാണ്. നന്നായിട്ട് ഒന്ന് ഹാർഡ് വർക്ക് കൂടെ ചെയ്താൽ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10 ഇരട്ടി മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവാനും സാധിക്കുന്ന ഒരു വർഷമാണ്. നമ്മൾ എത്രമാത്രം അധ്വാനിക്കുന്നു അതിൻ്റെ 10 ഇരട്ടി റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറായാൽ നല്ല രീതിയിലുള്ള റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനും കൂടി സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് എന്ത് വേണം, ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് നല്ല രീതിയിൽ അവരെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ നന്നായിട്ട് പഠിക്കും. പിന്നെ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ട് എന്ത് ചെയ്യും, തൊഴിലിന് അന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിലിന് ശ്രമിച്ചാൽ ഈ വർഷം അത് നേടിയെടുക്കാവുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനും അതുപോലെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ ശ്രമിച്ചാൽ നടക്കും. ഇപ്പം ജോലിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന സാലറി കിട്ടുന്ന, അല്ലെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജോലിക്കൊക്കെ നോക്കുന്നവർക്കും ശ്രമിച്ചാൽ ഈ വർഷം സാധ്യതയുള്ള വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ഥലം മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതകൾ. അപ്പം അതായത് നമ്മുടെ യാത്രാക്ലേശം വർദ്ധിക്കുന്ന ഒരവസ്ഥ. അപ്പം നമ്മൾ ആ വീടിനടുത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ദൂരേക്കൊക്കെ പോകേണ്ടതായിട്ട് വരിക. നമ്മുടെ ക്ലേശം, അതായത് യാത്രാക്ലേശമൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചാൽ നമുക്കൊരു മനസ്സമാധാനക്കുറവും കൂടി ഉണ്ടാക്കില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പൊതുവിൽ തൊഴിൽപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലായാലും നമുക്ക് ബെറ്റർ ഓപ്ഷനൊക്കെ വരുമെങ്കിൽ പോലും അതിൽ നമുക്ക് കൂടുതൽ ക്ലേശം, അല്ലെങ്കിൽ നമുക്ക് കൂടുതലൊരു മനക്ലേശമൊക്കെ ഉണ്ടാകില്ലേ, അധ്വാനം കൂടുതൽ, അല്ലെങ്കിൽ മനസ്സിന് കുറച്ചും കൂടി ഒരു സ്ട്രെയിൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പം ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ തോന്നിയാൽ നമ്മൾ ഇഷ്ടദേവന് അല്ലെങ്കിൽ ദേവിക്ക് നമ്മുടെ കഴിവ് പോലെ വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിച്ച് ദാനം ചെയ്യുക. അതുപോലെ തന്നെ ദാനത്തിൽ ഏറ്റവും പ്രധാനം അന്നദാനം തന്നെയായിരിക്കും. അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ എന്ത് തന്നെ ദാനം ചെയ്താലും തെറ്റൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പറ്റുന്ന എന്ത് ദാനം ചെയ്യാം, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അന്നദാനമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ദാനങ്ങളൊക്കെ ചെയ്യുക. നല്ല രീതിയിൽ മനസ്സിനെ നല്ല ഈശ്വരമാർഗത്തിലേക്ക് ലയിപ്പിക്കുക. സത്യസന്ധതയും കൃത്യനിഷ്ഠതയും പാലിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തുക. അനാവശ്യമായ കൂട്ടുകെട്ടുകളെല്ലാം, അനാവശ്യമായ യാത്രകളൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അത്ര വേണ്ടപ്പെട്ടവരുമൊക്കെ ആയിട്ട് പോകാൻ ശ്രമിക്കുക. ചതികളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം അതിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പൊങ്ങുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും മാത്രം ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ തൊഴിൽ, മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ഉയർന്നു വരാനൊക്കെ യോഗമുള്ള സമയമാണ് കേട്ടോ. ഇപ്പം എന്ത് തൊഴിലാണോ ചെയ്യുന്ന ആ തൊഴിലിൽ പേരെടുക്കാനും പ്രശസ്തി നേടാനും അംഗീകാരങ്ങൾ നേടാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ.
അപ്പൊ നല്ല സമയമാണല്ലോ, നമ്മൾ വെറുതെ ഇരിക്കുക എന്നല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് നല്ല സമയമാണ്. അപ്പൊ ഇപ്പൊ ഇച്ചിരി അധ്വാനം കൂടുതൽ ചെയ്താൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഈ അധ്വാനത്തിന് ചിലപ്പോൾ പറയില്ല, എത്ര അധ്വാനിച്ചാലും നമുക്കൊരു നേട്ടമില്ല. അത് മാറ്റിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നതിന്റെ 10 ഇരട്ടി നേട്ടം നമുക്ക് കൊണ്ടുതരും എന്ന് പറയാൻ പറ്റുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ, നല്ല മനസ്സോടുകൂടി, നല്ല പ്രാർത്ഥനയോടുകൂടി, നല്ല നിഷ്ഠയോടുകൂടി, ഈശ്വര വിചാരത്തോടെ മുന്നോട്ട് പോവുക. അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.